വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമിലി ദുർക്കീമിൻ്റെ സയൻറ്റിസം ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പോസിറ്റിവിസം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ദുർക്കീം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു സോഷ്യോളജി എന്നുള്ളത് ഒരു സയൻറ്റിഫിക് അപ്രോച്ചസ് ടു സ്റ്റഡി ദി സൊസൈറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അറിയാം, അഗസ്റ്റ് കോംറ്റെയാണ് സോഷ്യോളജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്, അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇനി ഇതൊരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലോട്ട് കൊണ്ടുവന്നത് എമിലി ദുർക്കീമാണ്. ഇനി എമിലി ദുർക്കീമിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് സോഷ്യൽ സോളിഡാരിറ്റി, സൂസൈഡ്, അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ തുടങ്ങിയവ. ഇനി നമ്മുടെ ജെ റൂസോ നമ്മളെ എമിലി ദുർക്കീമിൻ്റെ തോട്ടിന് ഇൻഫ്ലുവൻസ് ആയിരുന്നു. അതായത് ഒരു ഇൻഡിവിജ്വലിനെ സൊസൈറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ ഇൻഫ്ലുവൻസ് ആയിരുന്നു. എന്നാൽ എമിലി ദുർക്കീം റൂസോയുടെ ഇൻഡിവിജ്വൽ തിയറിയിൽ സാറ്റിസ്ഫൈ ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി എമിലി ദുർക്കീം സോഷ്യോളജിയിൽ ഉള്ള റിസർച്ചിൻ്റെയും അതുപോലെ സ്റ്റാറ്റിക്സിൻ്റെയും അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് സയൻറ്റിസം ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പോസിറ്റിവിസം എന്താണെന്ന് നോക്കാം. അപ്പോൾ സോഷ്യോളജി 19th സെഞ്ച്വറിയിലെ അഗസ്റ്റ് കോംറ്റെയാണ് സോഷ്യോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നറിയാം. എന്നിരുന്നാൽ കൂടിയും ഇതൊരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ അത്ര വലിയ ഫേമസ് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ എമിലി ദുർക്കീമിന് അഗസ്റ്റ് കോംറ്റെയുടെ പോസിറ്റിവിസം എന്നുള്ള ഒരു തിയറിയിൽ വളരെ ഇൻഫ്ലുവൻസ് ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ബ്രോഡക്ട്സിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുകയും പിന്നീട് ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ നമ്മുടെ സോഷ്യോളജി കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് അപ്രോച്ചസിലൂടെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളൊരു വിഷയമാണ് എന്ന് പറയുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ ദുർക്കീമിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റ് വ്യക്തികളാണ് മോണ്ടെസ്ക്യൂ, പിന്നെ സെയിൻറ്റ് സിമൺ, അതുപോലെ തന്നെ അഗസ്റ്റ് കോംറ്റെ. ഇവർ മൂന്നുപേരും. മോണ്ടെസ്ക്യൂ പറഞ്ഞത് സൊസൈറ്റിയെ എപ്പോഴും ഒരു സയൻറ്റിഫിക് അപ്രോച്ചസിൽ വേണം നമ്മൾ നോക്കാൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി അഗസ്റ്റ് കോംറ്റെയുടെ പോസിറ്റിവിസത്തിന് അത് പോസിറ്റിവിസം ഒന്നും നോൺ പോസിറ്റിവിസം ഒന്നും രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, പോസിറ്റിവിസം എന്ന് പറയുമ്പോൾ അതിൽ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലും ഒരു ഹൈറാർക്കി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബയോളജി, ബയോളജി, മാത്സ് അങ്ങനെയുള്ള സബ്ജക്റ്റിനായിരിക്കും കൂടുതൽ വാല്യൂ. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റിന് ഒരു പോസിറ്റിവിസം ആയിട്ട് നമുക്കെടുക്കാം. ഇനി സോഷ്യോളജിക്കൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി, ഫിലോസഫി, ഇതൊക്കെ ഒത്തിരി വാല്യൂ കുറഞ്ഞതാണ്. അപ്പോൾ ഇതിന് നോൺ പോസിറ്റിവിസം എന്നുള്ള രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് 3 സ്റ്റേജുകളിലൂടെയാണ് പോയിട്ടുള്ളത്. തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് സയൻറ്റിഫിക്. ഇതാണ് ആ 3 സ്റ്റേജുകൾ. അപ്പോൾ തിയോളജിക്കൽ എന്ന് വെച്ചാൽ നാച്ചുറൽ കേസസ് എന്ന് പറയുന്നത് എപ്പോഴും ഗോഡിൻ്റെ ഒരു പവറിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റാഫിസിക്കലിൽ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ കേസസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സ്പെക്കുലേഷൻ ട്രൂത്തിൻ്റെ ഇതിലാണ്. സയൻറ്റിഫിക് മെത്തേഡിൽ പറയുന്നത് ഒബ്സർവേഷൻ്റെയും അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റലിൻ്റെയും ബേസിസിലാണ് നാച്ചുറൽ കേസസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.